അപ്പൊ പക്ഷേ അപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ഈ കുറെ സിനിമകൾ സംവിധാനം ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു നടനായി മാറുമെന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല. പക്ഷേ ഈ നമ്മളിപ്പോൾ വളരെ തിരക്ക് പിടിച്ചൊരു തിരക്ക് പിടിച്ചെന്ന് മീൻസ് ഇത്രയധികം സിനിമകൾ ചെയ്തല്ലോ, 10 പടം ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. അതിൽ മിക്ക പടങ്ങളും സൂപ്പർ ഹിറ്റായിട്ട് കളക്ട് ചെയ്യുകയും ചെയ്തു, അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളിൽ നിന്ന് നടനായപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളും സുഖങ്ങളും കിട്ടുന്നത്? കാരവൻ കിട്ടും, ഇതിന് സുഖമല്ല, നമ്മൾ എന്നും സിനിമയിലുണ്ട്. അതാണ് മെയിനായിട്ടൊരു കാര്യം. നമ്മൾ എന്നും സിനിമയിലുണ്ട്, നമുക്ക് ചില കാര്യങ്ങൾ കണക്ക് കൂട്ടാം. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ എൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്ന സമയത്ത് ഫീസ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആദ്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻ്റെ മോളെ ഇപ്പോൾ രാജഗിരിയിൽ സ്കൂളിൽ വിടാൻ എന്നെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നത് എനിക്കൊരു സ്ഥിരം വരുമാനം ഉള്ളത് കൊണ്ടാണ്. സംവിധാനം പറ്റുന്നതല്ല സാർ, ഒരു പടം ഇറങ്ങിയാൽ പിന്നെ വലിയ ഗ്യാപ്പായി പോകും, നമുക്ക് ബാധ്യതകൾ വരും, പിന്നെ ഈ കടമൊക്കെ എന്നും നിലനിൽക്കും. ഇപ്പൊ ഇന്ന് അങ്ങനല്ല, നടനാകുമ്പോൾ ആവശ്യമില്ല. ഇന്ന് സാർ ഇന്നിപ്പോ ഒരു പടം ഹിറ്റാണ്. ഇപ്പൊ ഞാൻ 4 പടം ഹിറ്റ് ചെയ്ത കണ്ടിന്യൂസ് ചെയ്ത ഒരാളെ ഞാൻ. എനിക്ക് ഇന്നത്തെ റേറ്റിംഗ് ആണ് ഒരു 2 കോടി രൂപ 1-2 കോടി രൂപ ശമ്പളം മേടിക്കാം. ഇന്നൊരു അങ്ങനെ കൂട്ടുന്നില്ലേ നമ്മള്? അന്നത്തെ കാലത്ത് അതില്ലല്ലോ. അന്നത്തെ കാലത്ത് നമ്മള് ഒരു പടം ഹിറ്റായ പിന്നെ കൂട്ടുവോ? എങ്ങനെ? സംവിധാനം ഒരു വാല്യൂ ആയില്ലേ അയാൾക്ക്. ഇത് കച്ചവടം. ഇപ്പം ഒരു നിങ്ങളെ പോലുള്ള ചാനലുകാരാണെങ്കിലും സിനിമ എടുക്കുന്ന കച്ചവടമായി. അടുത്ത ഹിറ്റ് പടത്തിന്റെ സംവിധാനം. എനിക്ക് അതല്ല എന്റെ സംശയം എന്തറിയോ, അതായത് നമ്മളെ വിറ്റ് കാശാക്കാൻ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ സാർ. അതുമില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പം സാറിന് പ്രൊവൈഡ്സ് ആണല്ലോ അങ്ങനെ. എന്തുകൊണ്ട് ഇപ്പൊ ഈ പ്രോഗ്രാമിന് പരസ്യം കിട്ടുന്നു? സാർ ചെയ്യുന്ന പ്രോഗ്രാം നല്ലതായതുകൊണ്ടല്ലേ? അതെ അല്ല, ജോണി ആന്റണി നന്നായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചോന്ന് ഞാൻ ചോദിക്കുക. അങ്ങനല്ല, ഞാൻ ന്യായമായിട്ടൊരു വലിയ ഭീകരമായ ഒരിക്കലും എന്നെ നോ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഞാൻ ചോദിക്കാറില്ല. ഇല്ല, താങ്ങാവുന്ന. നമുക്ക് താങ്ങാവുന്ന ഒരു എസ് എമൗണ്ട് എങ്ങനെ മനസ്സിലാക്കും? നമുക്കറിയാലോ സാർ, അറിയാം, ഏകദേശം മാർക്കറ്റ് അറിയാം. 10-33 അപ്പൊ ഇനിയിപ്പോ നമ്മള് താങ്കളുടെ പട്ടണത്തിൽ ഭൂതം അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ഷാൻ റഹ്മാനാണ്. ഷാൻ ഇപ്പോ ടെലിഫോണിൽ വന്നിട്ടുണ്ട്. ആണോ? അപ്പൊ മാത്രമല്ല അദ്ദേഹം ആ പടം, എനിക്കൊന്ന് ആ പടം ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇന്ന് 15 വർഷമായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ പടമായിരുന്നു അത്. അതുകൊണ്ട് ആ സന്തോഷം താങ്കളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹലോ ഷാൻ റഹ്മാൻ, നമസ്കാരം. നമസ്കാരം അല്ലേ? ഇപ്പൊ ജോണി ആന്റണി പറയായിരുന്നു കേട്ടോ. അല്ല, ഞാൻ ഇവിടെ വന്നപ്പോ ഇന്ന് ഇവിടെ ഒരു ഭൂതം ഉണ്ടായിരുന്നു. സാറല്ല കേട്ടോ, വേറെ ഭൂതത്തിന്റെ കാര്യം. ഇത് രണ്ടാമത്തെ ഭൂതം. ഇതാ മെയിൻ ഭൂതത്താൻ. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു പോലെ ഭൂതത്തിന്റെ കാര്യവും ഷാന്റെ ഫസ്റ്റ് പടമായിരുന്നല്ലേ എന്നൊക്കെ ചിലർ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഷാന്റെ ഫസ്റ്റ് പടമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു പുത്തഞ്ചേരിയായിട്ടുള്ള നമ്മുടെ കമ്പോസിങ്ങും അല്ല ഗിരീഷ്. അയ്യോ, അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, കാരണം ആലുവ പാലസിൽ വെച്ചായിരുന്നു ഈ പടത്തിന്റെ കമ്പോസിംഗ് ഒക്കെ നടന്നത്. പിന്നെ ഒരു റൂമില് ഗിരീഷ് ചേട്ടൻ, ഒരു റൂമില് ഞാൻ, ഇടയ്ക്ക് വരുന്ന ജോണി ചേട്ടൻ. എന്നിട്ട് ജോണി ചേട്ടൻ വന്നിട്ട് ചോദിക്കും എന്തായി എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിപ്പം വളരെ എളുപ്പമാണ് ഒരാൾക്ക് ഒരാളോട് പറയാൻ അടുത്ത സിനിമയിൽ ഞാൻ ചാൻസ് തരാം എന്നുള്ളത്. അത് വളരെ എളുപ്പമാണ്. അത് ഞാൻ അങ്ങനെ പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ജോണി ചേട്ടൻ എന്ന് പറയുന്നത് വിനീതിന്റെ ആദ്യത്തെ പടം ഡയറക്ട് ചെയ്ത ആളാണ്, എന്റെയും ആദ്യത്തെ പടം തന്ന ഒരാളാണ്. അതെനിക്ക് വിനീത് ആദ്യ പടം അല്ലേ? അപ്പം ട്രെയിലർ മ്യൂസിക് വളരെ മനോഹരമായിരുന്നു. അപ്പൊ ഞാനന്ന് പറഞ്ഞു അടുത്ത ഒരു പടം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ചെയ്യാം. വാക്ക് പാലിച്ചു. ഓക്കെ, താങ്ക് യു ഷാൻ റഹ്മാൻ. താങ്ക് യു. അപ്പൊ എന്തായാലും ഈ സന്തോഷം അധികം പങ്കിടട്ടെ അല്ലേ?